The normalized energy state of a particle in a one-dimensional potential well, V of x one-dimensional potential well 0 to a വരെ പൊട്ടൻഷ്യൽ 0 ആണ്, അതർവൈസ് ഇൻഫിനിറ്റി ആണ്. നമുക്ക് വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് phi n of x എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് 2a സൈൻ ഓഫ് n pi x ഡിവൈഡഡ് ബൈ a. ജനറലൈസ്ഡ് ഫോമാണ് phi n of xൻ്റെ. എനി വാല്യൂ ഓഫ് ഇൻറ്റീജർ n is equal to 0 1 2 3. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കളിൽ ഒരു പെർട്ടർബുലേഷൻ കൊടുത്തു 0 to a/2 ആണ് നമ്മൾ ആ പെർട്ടർബുലേഷൻ കൊടുത്തിരിക്കുന്നത്. v0 കോസ് പൈ എക്സ് ഡിവൈഡ് ബൈ എ ആണ്. അല്ല അതർവൈസ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയിലുള്ള ഷിഫ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഷിഫ്റ്റ് ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഡ്യൂ ടു ദി ഈ പെർട്ടർബുലേഷൻ കാരണം നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയിൽ എത്ര ഷിഫ്റ്റ് ഉണ്ടായി ഇൻ ദി ഫസ്റ്റ് ഓർഡർ പെർട്ടർബുലേഷൻ തിയറി. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ഫസ്റ്റ് ഓർഡർ പെർട്ടർബുലേഷൻ തിയറി വെച്ചിട്ട് എത്ര ഷിഫ്റ്റ് ഉണ്ടായെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ n of 1 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് 0 കൊടുക്കാം. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്തായിരിക്കും, n ആയിരിക്കും. അപ്പോൾ 0 to a/2 വരെയാണ് നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എത്രയാണ്, പെർട്ടർബുലേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് v0 ഓഫ് കോസ് ഓഫ് പൈ എക്സ് ഡിവൈഡഡ് ബൈ a dx ആണ് നമുക്ക് കിട്ടി. v0 ഓഫ് കോസ് ഓഫ് പൈ എക്സ് ഡിവൈഡഡ് ബൈ a. ഇവിടെ നമുക്ക് സൈയും ഉണ്ട്, ഇവിടെ നമ്മൾ സൈ സ്റ്റാറും കൊടുക്കും. ആ സൈയും സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ, സെയിം ആണ്, നമ്മുടെ വേവ് ഫംഗ്ഷൻ തന്നെയാണ്. നമുക്ക് ഇമാജിനറി ടേംസ് ഒന്നും ഇല്ല. അപ്പോൾ സൈ സ്റ്റാർ ചെയ്തില്ലെങ്കിലും നമുക്ക് ഈവൻ നമുക്ക് സൈ സ്റ്റാർ ചെയ്താലും സൈ സ്റ്റാർ ചെയ്തില്ലെങ്കിലും നമ്മുടെ സൈയുടെ വാല്യൂ എന്താണ്, റൂട്ട് ഓഫ് a സൈൻ ഓഫ് n pi x ഡിവൈഡഡ് ബൈ a ആണ്. ഇവിടെ നമുക്ക് സൈ സ്റ്റാർ, ഇവിടെ സൈയും വരും. നമുക്ക് എങ്ങനെയാണ് ഫോർമുല വരെ, ഇൻ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ നമ്മൾ കൊടുത്ത പെർട്ടർബുലേഷൻ ഇൻറ്റു സൈ ആണ് വരണത്. അപ്പോൾ ഇവനെ നമുക്ക് 2 തവണ വരുമ്പോൾ ഇതിന് നമുക്ക് സ്ക്വയർ ആയിട്ട് തരും. ഇവിടെ നമുക്ക് സ്ക്വയർ ആണ് വരണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ v0നെ പുറത്തിറക്കി ഇവനെ റൂട്ടിൽ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, റൂട്ട് പോവും. 2 ഓഫ് v0 ഡിവൈഡഡ് ബൈ a കിട്ടി, 0 to a/2. ഇവിടെ എന്തായിരിക്കും, സൈൻ സ്ക്വയർ ഓഫ് n pi x ഡിവൈഡഡ് ബൈ a കോസ് ഓഫ് പൈ എക്സ് ഡിവൈഡഡ് ബൈ a. ഫസ്റ്റ് ഓർഡർ ആയ കാരണം എൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവനെ കോൾ ചെയ്യണം. എങ്ങനെ ചെയ്യണം, ഇവനെ എന്നെ 1 കൊടുത്തു, ഇവനെ നമ്മൾ എന്ത് ചെയ്തു, പൈ എക്സ് ഡിവൈഡഡ് ബൈ എനെ നമ്മൾ യു എന്ന് പറഞ്ഞ് കോൾ ചെയ്തു. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, പൈ എ ഡിവൈഡഡ് ബൈ എ. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 ആയിരിക്കും. നമുക്ക് എന്താ വേണ്ടത്, ഡി എക്സിൻ്റെ ടേംസിലാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി നമ്മൾ യുവിനെ കോൾ ചെയ്തു ഓൾറെഡി. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡി എക്സിനെ നമുക്ക് മാറ്റി എഴുതാം. ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകും, ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും, ഇവനെ എ ഡിവൈഡ് ബൈ പൈ ഡി യു ഈസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഡി എക്സിന് നമുക്ക് എന്തിൻ്റെ ഭാഷയിൽ എഴുതാം, ഡി യുടെ ഭാഷയിൽ എഴുതാം. എന്താണ്, എ ഡിവൈഡ് ബൈ പൈ ഡി യു എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എ ഡിവൈഡ് ബൈ പൈ ഡി യുവിന് ഇവിടെ നമുക്ക് ഇവനെ മൊത്തം നമുക്ക് യു ആക്കാം. അപ്പോൾ സൈൻ സ്ക്വയർ യു, ഇവിടെ കോസ് യു എന്ന് കിട്ടി. ഇനി നമുക്ക് ലിമിറ്റ് മാറ്റണ്ടേ, നമ്മുടെ ലിമിറ്റ് എക്സിലാണ് എടുക്കുന്നത്. ഇവനെ നമ്മൾ യുവിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എക്സിന് ഇവിടെ ആയതിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, u 0 ആയിരിക്കും. എക്സിന് നമ്മൾ a/2 ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് a/2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഇവനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്താണ് നമ്മൾ a/2 ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ a/2 ഇട്ട് കൊടുക്കുമ്പോൾ വെട്ടിപ്പോകുമ്പോൾ പൈ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ അപ്പർ ലിമിറ്റ് പൈ ഡിവൈഡഡ് ബൈ 2 ആയി. നമുക്ക് വീണ്ടും അതിനെ കോൾ ചെയ്യാൻ പറ്റും. ഈ a/πനെ നമുക്ക് പുറത്തിറക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് എയും ഇവിടത്തെയും ഒക്കെ വെട്ടിക്കളയാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2v0 ഡിവൈഡ് ബൈ പൈ ആയിരിക്കും പുറത്തുണ്ടായിരിക്കുക. ഇനി നമ്മൾ ഈ മൊത്തം ടേമിനെ സൈൻ യുവിനെ നമ്മൾ എന്ത് വിളിച്ചു, ടി എന്ന് വിളിച്ചു. അപ്പോൾ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ഡി യു ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, സൈൻ യുവിനെ കോസ് യു ആയിരിക്കും. ഇനി നമുക്ക് കോസ് യു ഡി യുവിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ഈ ഇവിടെ കിടക്കുന്ന കോസ് യു ഡി യുവിനെ നമുക്ക് ഡി ടി എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഈ മൊത്തം ആൾ ഡി ടി ആയി മാറി, ഇവനെ ടി സ്ക്വയർ ആയി മാറി. പിന്നെ നമുക്ക് ലിമിറ്റ് മാറ്റണം. നമ്മൾ ഇത്ര നേരം യുവിലുള്ളവനാണ് 0യും π/2 യുവിലുള്ള ലിമിറ്റ്. അപ്പോൾ നമുക്ക് യുവിന് ഇവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ 0 ആയി മാറും, സൈൻ π/2 എന്തായി മാറും, 1 ആയി മാറും. പുതിയ ലിമിറ്റ് ടി സ്ക്വയർ ഡി ടി ഇറക്കേണ്ടവരെയൊക്കെ പുറത്തിറക്കി. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടി സ്ക്വയർ നമ്മൾ ടി റൈസ് ടു എന്നിൻ്റെ ഫോർമുല എന്തായിരിക്കും, ടി റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1. ഇത് 2 ആണ്. അപ്പോൾ എന്തായിരിക്കും, ഇതിൻ്റെ കൂടെ 1 കൂടെ ഡിനോമിനേറ്ററിൽ 2+1 ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തായിരിക്കും, ടി 2+1 ഡിവൈഡഡ് ബൈ 2+1 ടി റൈസ് ടു ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. 1 to 0 ലിമിറ്റ് കൊടുത്തു. ടി റൈസ് ടു 1 ക്യൂബ് എത്രയായിരിക്കും, 1 തന്നെ ആയിരിക്കും, -0. അപ്പോൾ 1 - 0 ഇവരെന്തായിരിക്കും, 2v0 ഡിവൈഡഡ് ബൈ 3π ആണ്. അപ്പോൾ 2v0 ഡിവൈഡ് ബൈ 3π നമ്മുടെ ഓപ്ഷൻ എ ആണ് നമുക്ക് കറക്റ്റ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഷിഫ്റ്റ് പെർട്ടർബുലേഷൻ കാരണം ഫസ്റ്റ് ഓർഡർ പെർട്ടർബുലേഷൻ തിയറി വെച്ച് നോക്കുമ്പോൾ.